Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. How are you everybody? I trust you're all keeping well. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. This month in your lives, God is going to do very great things. He gives exceedingly abundantly. He gives exceedingly abundantly. ദൈവം ചോദിക്കുന്നതിലും ഉപരിയായി നമുക്ക് തരുന്ന ദൈവമാണ്. God is a God who gives us more than what we ask. നമുക്ക് നൽകുന്ന സ്നേഹനിധിയായ ഒരു പിതാവായിട്ടാണ് ദൈവമായിരിക്കുന്നത്. God is a father who loves us greatly. Generous heavenly father. A generous heavenly father. ദൈവം നമുക്ക് പിതാവായിട്ടുള്ളപ്പോൾ, when God is there as our father, ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. that God will do miracles for us. നിങ്ങൾ യേശുവിനെ കടന്നു വിശ്വസിക്കുമ്പോൾ, If you are ready to believe Jesus in a great way, ആ യേശു നിങ്ങളെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. that Jesus will never deceive you. യേശു നമ്മെ രക്ഷിക്കാൻ കാൽവറിയിൽ യാഗമായി. Jesus became a sacrifice and died on the cross. അവന്റെ കാൽവറിയുടെ മരണം നമ്മുടെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു വലിയ വിടുതലായി മാറി. His death on the cross brought about a great deliverance for us from our sin and from our curse. ബൈബിളിൽ ആമേൻ പറഞ്ഞിരിക്കുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവ സാന്നിധ്യം. The Bible talks about the presence of God that does immeasurably more than we ask or imagine. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? What do you need? നിങ്ങൾ ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിലും ദൈവത്തോട് ചോദിക്കൂ. More than you ask any man, ask God. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. That Lord will do miracles for you. നിങ്ങളുടെ ആവശ്യം ചെറുതായിരിക്കാം, Your need may be small, വലുതായിരിക്കാം. it may be big. ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ച് കുഴഞ്ഞു കാണും. Maybe you have become tired asking and asking. എന്റെ കർത്താവ് കേൾക്കുന്നില്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കും. You may think, is my God not hearing me? എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇന്ന് കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. But today the Lord is coming to you with a reply to your prayers. വർഷങ്ങളായിട്ടുള്ള നിന്റെ ചോദ്യത്തിന്റെ ഒരു മറുപടി തരാൻ പോകും. God is going to give you an answer to your years of prayers. ലോകം മുഴുവനും വേദനയിൽ പോയിക്കൊണ്ടിരിക്കും. The entire world is going through great pain. അനേകര് വെള്ളത്തിലും പ്രയാസത്തിലും ആമേൻ മണ്ണിടിച്ചിലും ഒക്കെ ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കും. Many are struggling due to the floods and to the landslides. നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല. We are not people who should just pray for ourselves. നശിക്കുന്ന കഷ്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. We must pray as well as help those who are going through great hardship and difficulties. നമുക്കെല്ലാം ഉണ്ടായിട്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. Even just because we have everything, we should not wait till we നമ്മുടെ have everything. ഉള്ള സാഹചര്യത്തിൽ With the conditions that we have, നാം ചെയ്യുമ്പോൾ when we do it, ദൈവം നമ്മുടെ അവസ്ഥകളെ അതിരുകളെ വിശാലപ്പെടുത്തും. God will enlarge our boundaries and our territories. ദൈവത്തോട് ചോദിക്കുക. Ask God. ഇപ്പോഴും നീ എന്ത് അപേക്ഷിച്ചാലും അവൻ നിനക്ക് നൽകി തരും. Even now, whatever you ask him, he will do it for you. യേശു ഒരു കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നു. Jesus went to the house at Cana where there was ആ a wedding. വീട്ടിൽ വലിയൊരു പോരായ്മയുണ്ട്. There was a great deficiency over there. എന്നാൽ യേശു അവരോട് പറയുകയാണ്, But Jesus is telling them, ഈ കൽപാത്രങ്ങളിലൊക്കെയും വെള്ളം നിറപ്പീൻ. fill these stone jars with water. അവന്റെ വാക്ക് അനുസരിക്കൂ. They obeyed his word. പലരും ആമേൻ ബൈബിൾ വായിക്കുന്നു, Many read the Bible. ധാരാളം പ്രസംഗം കേൾക്കുന്നു, Many hear messages. അനേക കാര്യങ്ങൾ ചെയ്യുന്നു. They do a lot of things. പലർക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുവാൻ കഴിയുന്നില്ല. But they are unable to obey what is written in the നമ്മുടെ Bible. ജീവിതത്തിൽ In our lives, ഈ പരിശുദ്ധാത്മാവ് എഴുതിയ വചനം അനുസരിക്കണം. if we must obey the word which the Holy Spirit has written. നമ്മുടെ യേശുവിന്റെ വരവ് വളരെ അടുത്തു. The return of our Lord Jesus is very soon. ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് വിളിച്ചറിയുക. Every event that is taking place in this world is pointing to that. നിങ്ങളുടെ പ്രത്യാശ മങ്ങിപ്പോകരുത്. Your hope should not become dim. നിങ്ങൾ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. You must prepare for his coming. ആമേൻ. പ്രിപ്പയർ ചെയ്യുക. Prepare yourself. ആമേൻ. മറ്റുള്ളവരെ ഒരുക്കുക. Prepare others. അതായിരിക്കും
ആയിരിക്കണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. That is what the Lord desires concerning us. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തലമുറയുടെ ഒരു അഡ്മിഷൻ ചോദിക്കുന്നു. Today you are praying for an admission for your child. നിങ്ങളുടെ ഫാമിലി ലൈഫിന്റെ ബ്രേക്ക് ത്രൂ ചോദിക്കുന്നു. You are praying for a breakthrough in your family life. ആമേൻ. കർത്താവ് പറയുന്നു, The Lord says, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരവുമായി with the answer to your prayer, ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വന്ന് an നിൽക്കും. angel has come to stand near ഓ, you. കർത്താവിന്റെ മഹിമ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകും. Oh, the glory of the Lord is going to be revealed in your life. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I am going to pray for you. ചോദിക്കുന്നതിലും More than you ask നനയ്ക്കുന്നതിലും or imagine. അത്യന്തപരമായി ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ God is going to do immeasurably more than we can think. നിങ്ങൾക്ക് അളക്കാൻ പറ്റത്തില്ല. You won't be able to measure it. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. You won't be able to guess it. ആ നിലകളിൽ ദൈവം ചിലത് ചെയ്യാൻ പോകും. God is going to do things in such a ഞാൻ manner. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for ഈ you. പ്രാർത്ഥനയിൽ എന്നോടൊപ്പം നിങ്ങൾ തലവണക്കും. Join with me and bow your heads in prayer. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. In your lives, God is going to do a miracle. യേശുവേ, അങ്ങേക്ക് നന്ദി. Jesus, we thank you. ഇന്ന് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ At this time as we pray, ഒരു വലിയ അത്ഭുതം let a great miracle അങ്ങ് ചെയ്യണമേ. do it, Lord. ഒരു വലിയ അത്ഭുതം A great miracle അങ്ങ് ചെയ്യണമേ. do it, Lord. അങ്ങയുടെ കരം നീട്ടണമേ. Stretch forth your hand. യേശുവേ, Jesus, ഇപ്പോൾ right now, അവൻ ദാഹത്തോടെ പല വിഷയങ്ങൾ ചോദിക്കുന്ന മക്കളുണ്ട്. there are children who are praying with great thirst. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കണമേ. Oh, give them the answer to their prayers. അവരുടെ തലമുറയ്ക്ക് ഭാവി ഒരുക്കണമേ. Prepare a good future for their വിവാഹം children. ഒരുക്കണമേ. Prepare marriages. വീട് പണി മുടങ്ങി നിൽക്കുന്നത് തുടങ്ങട്ടെ. The house constructions that are failing, you resume ഈ that, Lord. വെള്ളപ്പൊക്കത്തിൽ പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടു. Oh, many people lost so much during this ചിലർക്ക് flood. പേരൻസ് നഷ്ടപ്പെട്ടു. Many lost their parents. കുഞ്ഞുങ്ങൾ മാതാവ് നഷ്ടപ്പെട്ടു. Oh, they lost their children and എല്ലാ loved ones. കുഞ്ഞുങ്ങളെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. Oh, comfort all the children. രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കണമേ. Bless the rescue workers, Lord. അവരെ പ്രൊട്ടക്ട് ചെയ്യണമേ. Protect them, Lord. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഞങ്ങളുടെ ഭരണകൂടത്തെ പ്രൊട്ടക്ട് ചെയ്യണമേ. Protect our government. എല്ലാവരെയും അനുഗ്രഹിക്കണം. Bless everyone, Lord. എല്ലാവരും നല്ലതുപോലെല്ലാം ചെയ്യാൻ ഇടയാക്കണം. Enable everyone to do everything well. കർത്താവ് സഹായിക്കണം. Oh, Lord, help us. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. God bless you. Love you. Love you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. ആമേൻ.